ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയോ? ഇന്നത്തെ വീഡിയോ ഇവിടെ മീറ്റിങ്ങിന് പോവുകയാണ് ഗൈസ്. ഇവിടെ സ്കൂളിൽ എക്സാം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതിൻ്റെ മീറ്റിങ്ങിന് പോവുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് സ്കൂളിൽ പോയിട്ട് എന്തൊക്കെയാണ് മീറ്റിംഗ് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം. കുറേ കാലമില്ല വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ കുറച്ച് പനിയും കാര്യങ്ങളൊക്കെ പിടിച്ച് ആകെ വയ്യാതായിരുന്നു. പിന്നെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അതൊക്കെ ആയിട്ടാണ് വീഡിയോ ഇടാൻ പറ്റാഞ്ഞ്. കുറച്ച് അധികമായില്ല വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത് വെച്ച് തുടങ്ങാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്ന് ഇവിടെ മീറ്റിങ്ങിന് പോവുകയാണ്. അപ്പോൾ എന്തൊക്കെ സംഭവങ്ങൾ മീറ്റിങ്ങിൽ പോയിട്ട് ഇവിടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെയായിട്ട് മാർക്കും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ എങ്ങനെയുണ്ടാവും? പാസ്സാവുമോ? പാസ്സായി പോരാ, നല്ല മാർക്ക് വേണോ? അപ്പോൾ എങ്ങനെയുണ്ട് മാർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് പോയേക്കാം കേട്ടോ. മാർക്കിലിട്ട് കുറഞ്ഞാൽ അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഓക്കെ, ബൈ. അങ്ങനെ നമ്മൾ ക്ലാസ്സിലെത്തി ഗൈസ്. അത്യാവശ്യം പാരൻസ് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ഈ പഠിക്കണ വലിയ സെറ്റായിട്ട് മാർക്ക് ഉണ്ടാവോ? പാസ്സാവോ? പാസ്സായിട്ടില്ലാന്നുണ്ടെങ്കിലോ? ഇങ്ങോട്ട് നോക്ക്. എക്സാമിന് പാസ്സാവും. ഞാൻ ടീച്ചറോട് പറയും നമ്മളെ നല്ല അടിക്കാൻ. അതെ, പഠിക്കുന്ന കണ്ട് സപ്പോർട്ട് ചെയ്യില്ല. ഞാൻ പറയും ഗൈസ്, ഇവള് തീരെ പഠിക്കുന്നുണ്ട് ക്ലാസ്സിൽ. ഞാൻ പറയും, ഞാൻ വീഡിയോയിൽ പറയും. എന്തെങ്കിലും പറഞ്ഞാൽ പഠിക്കുന്നുണ്ടെങ്കിൽ കേക്കും ചായയും കുടിക്കണം. സ്കൂളിൽ മീറ്റിംഗ് വന്നിട്ട് ഗൈസ്, സ്കൂളിൽ നിന്നുണ്ടോ കേക്കും ചായയും? എന്താ ടീച്ചർമാരൊക്കെ എന്താ പറഞ്ഞു? പഠിക്കണമെന്നോ? ഇപ്പൊ പഠിക്കണില്ലേ? നല്ലപോലെ ഉഷാറാവില്ല അർത്ഥം. ഉറപ്പല്ലേ ഗൈസ്? ഒരാളെ പൊക്കിയിരിക്കണേ, അൺഎക്സ്പെക്റ്റഡ് ആയി പൊക്കിയിരിക്കുന്നു. ഇവിടെ വാ, ഡാൻസ് ചെയ്യേ? ഇങ്ങോട്ട് വാ, ഡാൻസ് ചെയ്യേ? മേഡം ലീവാ? ഇന്ന് ലീവ്. ഒരു കുട്ടി ഡാൻസിന് പ്രാക്ടീസ് ഉണ്ടായില്ലേ? എന്നാ പോവല്ലേ? സ്കൂളിടും. ഇവിടെ മീറ്റിങ്ങിന് പോയിട്ടേ എന്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടുത്തി കൊടുത്തല്ലേ? പരിചയപ്പെടുത്തി കൊടുത്തു. എന്റെ ഫ്രണ്ടാ? നിങ്ങൾക്ക് ഡാൻസ് ഒന്നും ഇല്ല? നിങ്ങളെല്ലാവരും ഡാൻസിലാ? ടീച്ചറോട് ചോദിക്കുമ്പോ ഇവിടെ തീരെ പഠിക്കൂലെന്ന്. അപ്പൊ ജയിലില്ലേ? സെക്കൻഡ് സാറ്റർഡേ പരിപാടിക്കില്ലേ ജി? ഇനിയിപ്പോ എനിക്കെന്താ പറയാനുള്ളത്? ഞങ്ങളെ മറ്റാളെ വിളിക്കട്ടെ കേട്ടോ, ചെറിയാളെ വിളിക്കട്ടെ. ഇവിടെ കൊണ്ടോട്ടെ സ്കൂളിൽ നിന്ന്. വെയിലത്ത് കളിച്ചിട്ട് ഗേറ്റ് പാസ് എടുക്കാണ് ഗൈസ്. അവളെ ഗേറ്റ് പാസ് എടുക്കാൻ പോകാം. ഗേറ്റ് പാസ് വാങ്ങിയിട്ട് അപ്പൊ ഇവൾക്ക് സ്കൂളിൽ പ്രാവശ്യം പ്രോഗ്രാം ഉണ്ട്. എത്രാം തീയതിയിലോ? ഡിസംബർ 21 പരിപാടി. എന്ത് പരിപാടിയാണ്? അപ്പൊ ഇവിടെ ഏതായാലും സ്കൂളിൽ നിന്ന് പൊക്കി മഫ്റ്റിട്ടിട്ടില്ല അല്ലേ? ഇതാണ് സ്റ്റേജ്. ഇവിടെ സ്റ്റേജ് സ്കൂളിന്റെ ഇവിടെ അല്ലേ? അങ്ങനെ ഇവിടെ അങ്ങനെ സ്കൂളിൽ നിന്ന് എടുത്തു ഗൈസ് അല്ലേ? പറഞ്ഞത് എനിക്ക് സന്തോഷമായിരുന്നു. ഇതിലൊന്നും വിളിക്കാൻ വരണ്ടെന്നൊക്കെ പറഞ്ഞത്. അതൊന്നും വേണ്ട, എനിക്ക് വിളിക്കണ്ടെന്ന് പറഞ്ഞപ്പോ വിളിക്കാൻ.
അവരെ സ്കൂളിൽ ഇവിടെ കേട്ടോ. ഇതിന്റെ അപ്പുറത്ത് നമുക്ക് സ്റ്റേജിന്റെ ബാക്ക് ബാഗ് കേട്ടോ കാണണേ അല്ലേ? ബാക്ക് ബാഗ് അല്ലേ? നടന്നോളൂ. അല്ലല്ല അവിടെ ലിബുവിന്റെ സ്കൂളിലെ ക്ലാസ്സിന്റെ ലിനുവിന്റെ സ്കൂളിലേക്ക് എങ്ങനെയുണ്ടല്ലോ. ചായയും കടിയൊക്കെ ഞങ്ങൾ കുടിച്ചു. ഇങ്ങോട്ട് പോരെ ലിബുവിന് കയറണോ അതിന്റെ മേലെ? ആന ഇതിന്റെ മേലെ കയറിക്കോ. വേണ്ടട്ടെ വേണ്ടട്ടെ പൊട്ടു. പൊട്ടിച്ച് ഇനി പോരെ. പ്രോഗ്രാമിന് നീ എക്സൈറ്റഡ് ആണോ? നീ എക്സൈറ്റഡ് ആണോ? ഇതാട്ടോ ഇവിടെ സ്കൂൾ ലിബിന്റെ സ്കൂൾ ഇതാണ് പരിചയപ്പെട്ടവർക്ക്. ലിബ ആരെ സ്കൂള്? എന്റേതാ. ഇവിടെ ക്യാമ്പ് കേട്ടോ. ഇവിടെ ക്ലാസ് കയറുന്നില്ല കേട്ടോ. ഇത് ഗ്രൗണ്ട് കേട്ടോ. ഇവിടെ സ്കൂളിന്റെ ഗ്രൗണ്ടാണ്. എക്സസൈസ് എടുക്കാനുള്ളതാ. എന്നിട്ട് എന്തൊക്കെ എക്സസൈസ് ഉണ്ടെങ്കിൽ നന്നാവട്ടെ. എന്തുണ്ട്? എന്താണ് സ്വിമ്മിംഗ് പൂൾ? അങ്ങനെ അങ്ങനെ നോക്കി പറഞ്ഞ സ്വിമ്മിംഗ് പൂൾ. എക്സൈറ്റഡ് ആണോ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് പോകുന്നതിന്? പിന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചോണ്ട് ഞങ്ങൾക്ക് സന്തോഷം. ലിനുവിന് എന്താ പറയാനുള്ളത്? പിന്നെ ബസ് വരുന്നു. ലിനു ഇവിടെ എന്താ പറയാനുള്ളേ? എനിക്ക് സ്കൂളിൽ നിന്ന് വിളിച്ചു പറഞ്ഞതിന് എന്താ പറയാനുള്ളേ? പറയും. സന്തോഷ? ലിബുവിന് മാർക്ക് പറഞ്ഞതിൽ എന്താ പറയാനുള്ളത്? ഈ വീട്ടിലുണ്ടല്ല ഇവിടെ ഓടുള്ള പോലത്തെ സാധനങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ അതിന്റെ സ്കൂൾക്ക് പോണോടത്തുള്ള വയ്യാണ് അല്ലേ? അപ്പൊ എനിക്ക് എന്താ പറയാനുള്ളത്? പക്ഷെ ലിനുവിനെ ഞങ്ങള് വിളിച്ചു വേണ്ടിട്ടൊന്നും വിചാരിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് വന്നാൽ എത്ര മണിക്ക് വന്നപ്പോ 1 മണിക്ക് വന്നിട്ട് ഇപ്പൊ നമ്മള് പോണ ടൈം വെച്ചാല് 2 മണി 3 മണിയാവാനേ 2:45. അപ്പൊ ഇതുവരെ മീറ്റിംഗ് ടീച്ചർമാരെ കണ്ടിട്ട് ക്ലാസ് ചായ ഒരു കേക്ക് ഇട്ടിട്ട് ഗൈസ്. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതുണ്ട്. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അത് നല്ലൊരു ഞാൻ അതായിട്ട് പോയിട്ട് ഒന്നും കിട്ടിയില്ലോ. ആദ്യം ഐഡിയയിൽ പണി ഉണ്ടായിട്ട് വന്നുണ്ട് സ്കൂളിൽ. ഇപ്പൊ ക്യാമ്പസ് ക്യാമ്പസ് ആയതുകൊണ്ട് ആദ്യം തന്നിരുന്ന ചിക്കൻ റോളാ, ചിക്കൻ പപ്സോ അങ്ങനത്തെ എന്തൊക്കെയാണ് ബിസ്ക്കറ്റ്, ചിക്കൻ പപ്സ് അങ്ങനത്തെ ഐറ്റംസ് ആണ്. ഇപ്പൊ കേക്ക് മാറ്റി ആദ്യം സമൂസൊക്കെ ചിക്കൻ പപ്സ്, മുട്ട പപ്സ് അങ്ങനെയാണ്. പക്ഷെ ഇപ്പൊ എന്താ വെച്ചാല് കേക്ക്, ഈ വെളിച്ചെണ്ണ ഇതൊന്നും കഴിക്കാം, കേക്ക് കഴിക്കാം. സംഭവം നല്ലൊരു മുന്നേറ്റമാണ്. മറ്റു പറഞ്ഞാൽ ഈ എണ്ണ ഓയിൽ ചിലർക്ക് പറ്റൂല. ഇതാ ആർക്കും കുഴപ്പമില്ല കേക്കില്ല. ഒരു സൈഡ് ചെന്നിട്ടും ഒരു സൈഡ് സ്കൂൾക്ക് വരുന്ന റോഡ് എന്നുള്ള കച്ചറ എപ്പോഴും കണ്ട് റെഡിയാക്കിയിട്ട് ഈ ബസ്സൊക്കെ നിങ്ങൾ ഒരു 60 ബസ്സുകളുണ്ടാവില്ലേ ബസ്സുകൾ കണ്ടാ പോലെ 60-70 ഉണ്ട്. അപ്പൊ ഇന്ന് അത്യാവശ്യം ബസ് ഉണ്ട് ഗൈസ്. AC ബസ് നമ്മളെ ഈ സ്ഥലം വേണ്ട. ചോറുന്നില്ലെങ്കിലും കുഴപ്പമില്ല.
ആൻഷാന്റെ ഉമ്മാനെ പറഞ്ഞ മാതിരിയാണ്, ചെടി ഇങ്ങോട്ട് നടക്കണം. എന്നാലാണെങ്കിൽ വീട് മൊത്തം കാട് ഒട്ടിപ്പിച്ചു, ചെടി വെച്ചാൽ കാട് ഒട്ടിപ്പിച്ചു. ചെടി എവിടേക്കും പോയി ചോറ് വേണമെന്ന് പറയില്ല, ചെടി വേണമെന്ന് പറയുള്ളൂ. അപ്പൊ ലിനു പറഞ്ഞില്ല. അപ്പൊ ലിബു എന്താണ് പറഞ്ഞത്? ഡോക്ടറേക്ക് ചെറുതായിട്ട് പനിയും ചുമ ഒക്കെ ഉണ്ട് ഗൈസ്. ഡോക്ടറെ കാണിച്ചിട്ട് പോകാൻ വിചാരിച്ചു ഗൈസ്. കണിഞ്ഞ് വെച്ചിട്ടുണ്ടെന്നാല് എന്ത് ഭംഗിയുള്ള അങ്ങോട്ടൊക്കെ ഇവിടെ നല്ല ഭംഗിയുള്ള കുറെ കാഴ്ചകൾ ഉണ്ട്. ഇതാണ് ഹോസ്പിറ്റൽ. നമ്മൾ ഡോക്ടറിനോട് പോയി മരുന്ന് വാങ്ങി എടുത്ത പോവാണ്. അപ്പൊ ഇനി പോട്ടെ ഗൈസ്. അങ്ങനെ ഗൈസ് മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു, വന്നിട്ടുണ്ട്. എന്താണ് സബ്സ്ക്രൈബേഴ്സ് ആയി കാക്ക കേക്ക് മേടിച്ചാലും പറയുന്നത് ഇതുവരെയായിട്ടും മേടിച്ചില്ല. 100 എപ്പോഴും ആയി. അപ്പൊ അവൾക്കൊരു കേക്ക് മേടിച്ചിട്ടല്ലേ? അപ്പൊ അപ്പൊ കേക്ക് മേടിക്കാൻ ഒരു കേക്ക് പുറത്തെ ഭക്ഷണം എന്ന് പറഞ്ഞേ. അപ്പൊ ഗൈസ്, അപ്പൊ പുതിയ വീഡിയോമായി വരുന്നവരെ, ഈ കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പൊ പുതിയ വീഡിയോമായി വരുന്നവരെ ഓക്കെ ബൈ. അതെ, സബ്സ്ക്രൈബ് ചെയ്യണം.